ജീവന്നയതി തേഭ്യേതി ഗ്രഹണം മൃഗസത്തമഃ അജിനം നരശാർദൂല രുചിരം തു ഭവിഷ്യതി നിഹതസ്യാസ്യ സത്വസ്യ ജാംബൂനതമയത്വജി ഷഷ്പവ്രസ്യാം വിനീതായാം ഇച്ഛാമ്യഹമുപാസിതും. തോലിലിരുന്ന് ഉപാസിക്കാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്, എനിക്ക് ആവശ്യമുണ്ടെന്ന്. കാമവൃത്തമിതം രൗദ്രം സ്ത്രീണാം അസദൃശം മതം. കേൾക്കണുണ്ടോ നിങ്ങൾ ഈ പറയുന്നത്? ഒന്ന് കേൾക്കണപ്പ. ഇങ്ങനെയുള്ള കാമവൃത്തി ഒരു സ്ത്രീ, പ്രത്യേകിച്ചും പതിവ്രത കല്യാണം കഴിച്ചിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരിക്കലും നല്ലതല്ല. രൗദ്രമാണിത്. സ്ത്രീണാം അസദൃശം മതം. സീത സ്വയം പറയുകയാണ്, ഇത് ഒരു സ്ത്രീക്കും യോജിച്ചതേയല്ല. വപുഷാത്വസ്യ സത്വസ്യ വിസ്മയോ ജനിതോ മമ. അങ്ങനെയൊക്കെ ആയാലും എൻ്റെ ആര്യപുത്ര, ഈ മൃഗത്തിൻ്റെ തോലുണ്ടല്ലോ, അത് എൻ്റെ മനസ്സിൽ ഇളക്കി വിട്ടിട്ടുള്ള വിസ്മയം, ആശ്ചര്യം, അത്ഭുതമുണ്ടല്ലോ, അത് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എങ്ങനെയായാലും ഇതിനെ കൈക്കലാക്കണം എന്നാണ് സീതയുടെ അഭിപ്രായം. ലക്ഷ്മണൻ ഇടയിൽ കിടന്ന് പറഞ്ഞു, അത് ശരിയല്ല, ശരിയല്ല. നമ്മൾ താമസിക്കുന്നത് രാക്ഷസന്മാരുടെ ഇടയിലാണ്, നടന്ന സംഭവമൊക്കെ അറിയാം. ഇത് മായ കൊണ്ടുള്ള ഒരു രചനയാണ്, അല്ലെങ്കിൽ പൊന്മാൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ജ്യേഷ്ഠ, ഇതിൻ്റെ പിന്നാലെ നമ്മൾ പോവരുത് എന്ന് പറഞ്ഞപ്പോൾ രാമൻ കൂട്ടാക്കിയില്ല. എൻ്റെ ജാനകി ഒരിക്കലും ഒന്നും ആവശ്യപ്പെടാത്തവളാണ്. എന്തോ കാരണത്താൽ ഈ മാന കിട്ടിയാൽ കൊള്ളാമെന്ന് പറയുന്നു. അതുകൊണ്ട് ഞാൻ എങ്ങനെയായാലും പോയി ആ മാന കൈക്കലാക്കാം. നീ പറയുന്നത് പോലെ അതൊരു മായാവി ആണെങ്കിലോ, അപ്പം ഞാൻ ശിക്ഷിക്കുകയും ചെയ്യും, അതിനെ കൊല്ലും എന്ന് പറഞ്ഞിട്ടാണ് രാമൻ അമ്പും വില്ലുമായിട്ട് പിന്നാലെ പോയതും സംഭവങ്ങൾ നടന്നതും. നിങ്ങൾ പറയൂ, എന്താണ് ഇതിൻ്റെ പിന്നിലേത്? ഒരു ഭാഗത്ത് രാവണൻ്റെ പിടിവാദം, മാരീചൻ്റെ പ്രതിരോധവും ഉപദേശവും, അത് കഴിഞ്ഞ് ഇതൊക്കെ നടക്കണോ ഇവിടെ? എന്താ അതിൻ്റെ പിന്നിൽ? ഒന്ന് ആലോചിച്ച് നോക്കൂ. സീത തന്നെ പറയണു ഇത് സ്ത്രീകൾക്ക് യോജിച്ചതല്ല എന്ന്, എന്നാലും എനിക്ക് കിട്ടിയേ തീരൂന്ന്. രാവണൻ്റെ മനസ്സിന് ഓരോരുത്തരും ഓരോ സമയത്തും തക്ക ഉപദേശം നൽകിയിട്ടും അത് മാറണില്ലല്ലോ. എന്താ അതിന് കാരണം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയുള്ള സത്വരജസ്തമോ ഗുണങ്ങളുടെ ഉള്ളിലാണ് സത്വരജസ്തമോ ഗുണമയമായ ഒരു ശരീരവും ഒരു വ്യക്തിത്വവുമായി നമ്മൾ ജീവിക്കുന്നത്. അപ്പം ജാഗ്രതയും മുൻകരുതലും എത്ര ഉണ്ടായാലും അധികമാവില്ല. രാമന് ഒരു വലിയ പാലട്ടിട്ട് കോസ്വേ ഉണ്ടാക്കിയിട്ട് പോകേണ്ടി വന്നുവല്ലോ. അപ്പോൾ രാമൻ പാലമൊക്കെ ഉണ്ടാക്കി അവിടെ വാനരസേനയും എല്ലാമായി ചെന്നു യുദ്ധം. ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഞാൻ പറയുന്നത്. എങ്ങനെയാണ് ഇതിൽ നിന്ന് പിൻവാങ്ങാൻ എത്ര ഉപദേശം കൊടുത്തിട്ടും രാവണൻ അതിന് തയ്യാറാവുന്നില്ല. എന്താ അങ്ങനെ ഒരു പിടിവാശി എന്താ മനുഷ്യന് വരുന്നത്? എന്താ അതിൻ്റെ കാരണം? കുംഭകർണൻ രാവണനോട് പറയുന്നു, ഞാൻ എന്തിനാ ഈ ഓരോരോ എപ്പിസോഡ് ഓരോരോ സംഭവം എടുത്ത് വിവരിക്കണേന്നറിയോ? ഇവിടെ പറഞ്ഞിട്ടില്ല. യത്തു കാമേപ്സുന കർമ്മസാഹങ്കാരേണ വാപുനഃ ക്രിയതേ ബഹുലായാസം. മനസ്സിൽ കാമം കയറി അതൊരു ആശ തൊടുത്തുവിട്ട് അത് നിർവഹിക്കണം എന്ന് തോന്നി പുറപ്പെടുന്ന സമയത്ത് ആരും അതിൽ നിന്ന് പിൻവാങ്ങുന്നില്ല. ആ രജോ ഗുണത്തിൻ്റെ തള്ളിച്ച അത് മുഴുവനും. കുംഭകർണൻ രാവണനോട് പറയുകയാണ്, ദൃഷ്ടോ ദോഷോ ഹിയോസ്മാഭി പുരാ മന്ത്രവിനിർണയേ ഹിതേഷ്വനഭിയുക്തേന സോയമാസാദിതത്വയാ. സീതയെ അപഹരിക്കാൻ വേണ്ടി മാരീചനോട് പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് സീതയെ അപഹരിച്ചു കൊണ്ടുവന്നു, യുദ്ധം മുറുകി, എല്ലാമായി വിഷമായി. അപ്പോൾ കുംഭകർണനെ എഴുന്നേൽപ്പിക്കുക എന്ന് തീരുമാനിച്ചു. കുംഭകർണനെ എഴുന്നേൽപ്പിച്ച് കുംഭകർണനോട് പറയുകയാണ്, ഇതൊക്കെയാണ് സ്ഥിതിഗതികൾ. 6 മാസം കിടന്നുറങ്ങുമല്ലോ, എന്നിട്ടല്ലേ പിന്നെ എണീക്കുള്ളൂ. അപ്പോൾ ഇടയനോ എണീപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ചില പ്രത്യേക സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട്. വിശപ്പുണ്ട്, ഭക്ഷണമുണ്ട്, കൊട്ടുവാദ്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ എഴുന്നേൽപ്പിച്ച് കുംഭകർണൻ സംസാരിക്കുന്നതാണ്. ആ രാക്ഷസന്മാർക്കിടയിലും നല്ല മനുഷ്യരുണ്ട്, അവരെ ഉപദേശിക്കുന്നുമുണ്ട്. മണ്ഡോദരി ഉപദേശിക്കുന്നുണ്ട്, എല്ലാവരും ഉപദേശിക്കുന്നുണ്ട്. കേട്ടാലല്ലേ ഉള്ളൂ. ദൃഷ്ടോ ദോഷോ ഹിയോസ്മാഭി പുരാ മന്ത്രവിനിർണയേ
ഹിതേഷ്വനഭിയുക്തേന സോയം ആസാദിത ത്വയാ പ്രഥമം വൈ മഹാരാജ കൃതമേതദചിന്തിതം കേവലം വീര്യദർപ്പേണ നാനുബന്ധോ വിചാരിത. കുംഭകർണൻ പറയാണ്, നോക്കൂ, ഇത് രാമായണത്തിൽ വിവരിക്കുന്നത് എന്തിനാ? ഒരു കുടുംബത്തിലെ അംഗങ്ങൾ ഒന്നല്ല, അനവധി അംഗങ്ങളുണ്ടാവും. എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങളൊരു കാര്യം ചർച്ചയ്ക്കിട്ട് കുടുംബക്കാർക്ക് കണ്ട് ഇട്ട് കൊടുക്കൂ, കുടുംബാംഗങ്ങൾക്ക്. ചിലപ്പോൾ കുട്ടികളാവും നല്ല വാക്ക് പറയുന്നത്. എല്ലാവരും ഒരുപോലെ ആവില്ല. പ്രായപൂർത്തി വന്ന ഒരാൾ സ്വയം ചിന്തിക്കും, സ്വയം വിമർശിക്കും, സ്വയം വിലയിരുത്തും, സ്വയം തീരുമാനങ്ങൾ എടുക്കും, അഭിപ്രായം പറയും. വേണ്ടതുപോലെ കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. ദൃഷ്ടോ ദോഷോ ഹിയോസ്മാഭി പുരാ മന്ത്രവിനിർണയേ. നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് സീതയെ തിരിച്ചു കൊണ്ടു കൊടുക്കുകയാണ് നല്ലത് എന്നൊക്കെ സംസാരിക്കേണ്ടായില്ലോ. ആ സമയത്തല്ലേ ജ്യേഷ്ഠനെ പിടിക്കാതെ വിഭീഷണനോട് ദേഷ്യപ്പെട്ട് എൻ്റെ മുമ്പിൽ പോ എന്നൊക്കെ പറഞ്ഞയച്ചത്. തനിക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ അവർ പറഞ്ഞത് എത്ര ശരിയാണെങ്കിലും അതിനെ വകവയ്ക്കാതെ അവിടെ തൻ്റെ ഇഷ്ടത്തിനും അനിഷ്ടത്തിനും മാത്രം സ്ഥാനം കൊടുത്തുകൊണ്ട് ശരിതെറ്റ് നോക്കാതെ പോകുന്ന ഒരു സ്വഭാവമാണ്. ഇത് ശരിയല്ല. അപ്പോൾ വിഭീഷണനെ പുറത്തേക്കാക്കിയല്ലോ. അങ്ങനെ വിഭീഷണൻ പോയി എതിർഭാഗത്താണല്ലോ ഇപ്പോൾ. ഇത് നല്ല സമയത്ത് അസ്മാഭിഹി ഞങ്ങളാൽ ദൃഷ്ടോ ദോഷോ ഹിയോസ്മാഭി പുരാ മന്ത്രവിനിർണയേ. നമ്മൾ എന്തു വേണം എന്നിങ്ങനെ കൂടി ആലോചിക്കുന്ന സമയത്ത് ദോഷം കാണിച്ചു തന്നു. ഹിതേഷ്വനഭിയുക്തേന സോയം ആസാദിത ത്വയാ. അന്ന് ആ പറഞ്ഞത് വേണ്ടതുപോലെ കേൾക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പം എന്തു വന്നു? അതിൻ്റെ ദോഷങ്ങൾ മുഴുവൻ അനുഭവിക്കേണ്ടി വന്നിരിക്കുകയാണെന്ന്. പ്രഥമം വൈ മഹാരാജ കൃതമേതദചിന്തിതം കേവലം വീര്യദർപ്പേണ നാനുബന്ധോ വിചാരിത. ആദ്യം മഹാരാജാവേ, കൃതമേതദ് അചിന്തിതം, വേണ്ടതുപോലെ ആലോചിച്ചിട്ടല്ല ഈ അപഹരണത്തിന് പുറപ്പെട്ടിരിക്കുന്നത്. ഭരതാരാപഹരണത്തിന് പുറപ്പെട്ടത് വേണ്ടതുപോലെ ആലോചിച്ചെടുത്തൊരു തീരുമാനമല്ല. എന്തായിരുന്നു അതിന് കാരണം? കേവലം വീര്യദർപ്പേണ. ഇവിടെ എന്താ പറയണത്? എത്തു കാമേപ്സുനാ കർമ്മ സാഹങ്കാരേണ വാ പുനഃ വീര്യദർപ്പേണ. ഞാൻ ലങ്കാധിപനാണ്, എനിക്ക് 10 തലയും 20 കയ്യുമുണ്ട്. ലോകം മുഴുവനും ഞാൻ വിരലനക്കിയ കുലുങ്ങും. ആ ഒരു ആ വിചാരത്തിൻ്റെ പേരിൽ ഞാനൊരു കാര്യം ചെയ്യാൻ പുറപ്പെട്ടാൽ ആരുണ്ട് തടുക്കാൻ? എന്നെ സഹായിക്കാൻ ഇവിടെ മായാവികളും ഉണ്ട്, അമ്മാമനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്തു വേണമെങ്കിൽ എനിക്ക് ചെയ്യാമല്ലോ എന്നുള്ളൊരു തീരുമാനമാണ്, ഒരു തോന്നലാണ്. ആരാ പ്രതി തടുത്തു നിർത്തുക? പ്രഥമം വൈ മഹാരാജ കൃതമേതദചിന്തിതം കേവലം വീര്യദർപ്പേണ നാനുബന്ധോ വിചാരിത. അന്ന് മുന്നും പിന്നും ഇടതും വലതും ചോളും മോടും ഒക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് വേണ്ടതുപോലെ ആലോചിക്കാതെ കേവലം വീര്യദർപ്പേണ, തൻ്റെ വീര്യവും തൻ്റെ ഗർവും അതിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ടെടുത്ത തീരുമാനമാണ്. യപശ്ചാത് പൂർവകർമാണി കുര്യാദ ഐശ്വര്യമാസ്ഥിത പൂർവം ചോത്തരകാര്യാണി നസവേദ നയാനയവും. മുമ്പ് ചെയ്യേണ്ടത് പിന്നിൽ ചെയ്യും, പിന്നിൽ ചെയ്യേണ്ടത് മുമ്പ് ചെയ്യും. ഇത് തിരിച്ചും മറിച്ചും വേണ്ടതുപോലെ ആലോചിച്ച് യഥോചിതം യഥാസമയം യഥാധർമ്മം ചെയ്യേണ്ട ആ ഒരു ചിട്ടയൊന്നുമില്ലാന്ന്. അഹിതം ച ഹിതാകാരം ധാർഷ്ട്യാജ്ജൽപ്പന്തിയേ നരാഃ അവേക്ഷ്യ മന്ത്രബാഹ്യാസ്തേ കർത്തവ്യാഃ കൃത്യദൂഷണാഃ. അഹിതം ച ഹിതാകാരം ധാർഷ്ട്യാജ്ജൽപ്പന്തിയേ നരാഃ. ജനങ്ങളെപ്പോഴും ബഹുമുഖ ചിന്തകന്മാരാണ്. എല്ലാവരും അഭിപ്രായം പറയും. ആരുടെ അഭിപ്രായമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അഹിതം ചഹിതാകാരം ധാർഷ്ട്യാജ്ജൽപ്പന്തിയേ നരാഃ. ആരെല്ലാമാണോ അഹിതം ചഹിതാകാരം, ഹിതമല്ലാത്തതിനെ ഹിതാകാരം ഹിതരൂപത്തിൽ അവതരിപ്പിക്കുക, ധാർഷ്ട്യാത് ജൽപ്പന്തി, അവരുടെ ധാർഷ്ട്യം കൊണ്ട് അവരിങ്ങനെ ഇങ്ങനെ തോന്നുന്നു വാചാലന്മാരാവും. അവേക്ഷ്യ മന്ത്രബാഹ്യാസ്തേ, അവർ വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ്
ഈ ആൾ എന്ത് പറയുന്നുണ്ടെങ്കിലും അതിൽ വാസ്തവത്തിൽ ശരി തെറ്റില്ല, കഴമ്പില്ല, അതിൻ്റെ പിന്നാലെ പോവരുത് എന്ന് തീരുമാനിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് കൂടിയാലോചന നടത്തുന്ന സമയത്ത് അവരെയൊക്കെ പുറത്തു നിർത്തണം എന്ന്. അങ്ങനെ പുറത്തു നിർത്തിയില്ലല്ലോ അകമ്പനെയും ശൂർപ്പണഖയെയും. അവർ വന്ന് പറഞ്ഞിട്ടല്ലേ ഇത് മുഴുവൻ തുടങ്ങിയത്. അകമ്പനാണോ ജ്യേഷ്ഠനെ ഉപദേശിക്കാനുള്ളവൻ? ശൂർപ്പണഖയുടെ വരവും പറച്ചിലുമാണോ ശരി? 14,000 പടകളെ ആരെങ്കിലും ഒരാൾ കൊന്നൊടുക്കിയെന്നുണ്ടെങ്കിൽ എന്താ അതിന് കാരണം? ഇവരെന്തെങ്കിലും അകൃത്യം ചെയ്തിട്ടുണ്ടാവും. ആ അകൃത്യത്തിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞോ? ശൂർപ്പണഖയോട് ആര് പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ, രാമനെ കല്യാണം കഴിക്കണമെന്ന് പറയാൻ? ഒരാളെ കണ്ടിട്ട് നീ എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയാൻ അങ്ങോട്ട് ചെല്ലുക. ചെന്നു, അവരില്ല എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോൾ പിന്നെയും നിർബന്ധിച്ചു, ബഹളായി. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള മാതിരി ഉപദ്രവിച്ചു. വടി കൊടുത്ത് അടിമേടിച്ച മാതിരിയല്ലേ ശൂർപ്പണഖ പോയത്. ആ സ്ത്രീ വന്ന് പറയണു ജ്യേഷ്ഠനെയും കൂടി അപകടത്തിൽ ചാടിക്കാൻ. അപ്പം അന്ന് അവരുടെ ഉപദേശമൊക്കെ കേൾക്കാതെ ഇരിക്കേണ്ടതായിരുന്നു. അവരെ പുറത്തു നിർത്തണം. ജ്യേഷ്ഠനെ ഉപദേശിക്കാനുള്ളവർ ഞങ്ങളുണ്ട്, ഇപ്പം ഞാനുണ്ട്, വിഭീഷണനുണ്ട്, ഇവിടെ ബാക്കി പലരുമുണ്ട്. അവരോടൊക്കെ ഉപദേശം കേട്ടിട്ടല്ലേ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവർ വന്ന് അങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് വെടിമരുന്നിന് തീ കൊളുത്തിയ മാതിരി അങ്ങോട്ട് കത്താൻ തുടങ്ങുക. ചോദിക്കണ ചോദ്യം പറയൂ. അഹിതം ചഹിതാകാരം ധാർഷ്ട്യാദ്യൽപന്തിയേന രാഹ അവേക്ഷ്യ മന്ത്രബാഹ്യാസ്തേ കർത്തവ്യാഹ കൃതദൂഷണാഹ. ആരുടെ ഉപദേശം കേൾക്കണം, ആരെ അകറ്റി നിർത്തണം, ഇതൊരു മഹാരാജാവ് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യമാണ്. സിംഹാസനത്തിലിരുന്ന് ഭരിക്കുക, പ്രതാപം കൈവരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. രാജബുദ്ധി എന്നൊന്നുണ്ട്. എല്ലാം ആലോചിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് മുൻകരുതലോടുകൂടി ചെയ്യേണ്ട ബുദ്ധിയാണത്. അത് വേണ്ടാന്ന് വെച്ചാൽ നടക്കില്ല എന്ന്. അന്ന് അകമ്പനും ശൂർപ്പണഖയും വന്ന് പറഞ്ഞത് കേൾക്കാൻ പാടില്ലാത്തതായിരുന്നു. അത് അകറ്റി നിർത്തിയില്ല. അന്ന് അതിന് വഴിപ്പെട്ടുല്ലോ. അതുകൊണ്ടുണ്ടായ ഉപദ്രവമാണ് ഇത് മുഴുവനും. യദുക്തമിഹതേ പൂർവം പ്രിയയാമേ അനുജേന ച തദേവ നോഹിതം കാര്യം യദിച്ഛസി ച തത്കുരു. യദുക്തമിഹതേ പൂർവം പ്രിയയാമേ അനുജേന ച. മുമ്പ് അനുജൻ ഞാനും ഏറ്റവും പ്രിയപ്പെട്ട മണ്ഡോദരിയും എല്ലാവരും നല്ല പോലെ അങ്ങയ്ക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായി. തദേവ നോഹിതം കാര്യം, അതായിരുന്നു ശരിയായിട്ടുള്ള ഹിതം, നന്മയ്ക്കും അഭിവൃദ്ധിക്കും വഴിവെക്കുന്നതാണത്. അതൊന്നും അന്ന് കേട്ടില്ല. കേൾക്കാൻ പാടില്ലാത്തത് കേട്ടു. എന്നിട്ട് അപകടം ഇത്രയായി. ഇനിയിപ്പോൾ എന്താ വരാൻ പോണത്? ലങ്കാനഗരി മുഴുവനും കീഴ്പ്പെടും, നാശമാണ്. യദിച്ഛസി ച തത്കുരു, അങ്ങക്ക് എന്തിഷ്ടമുണ്ടോ അതങ്ങോട്ട് ചെയ്തോളൂ എന്ന്. കുംഭകർണൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ രാവണന് എന്തു തോന്നി? തത്വശ്രുത്വാ ദശഗ്രീവഃ കുംഭകർണസ്യ ഭാഷിതം ഭൃഗുടീം ചൈവ സഞ്ചക്രേ ക്രുദ്ധശൈനം അഭാഷത. നോക്കൂ, ദുഷ്ടന്മാർക്ക് അവരുടെ ആർഗ്യുമെൻ്റ് ഉണ്ട്, അവരുടെ നീതിന്യായവും അവരുടെ വകുപ്പൊന്നുണ്ട്. അതാണല്ലോ ഏത് കേസ് തർക്കിക്കാൻ പോയാലും ഇരുപക്ഷം പറയാൻ ആൾക്കാരുണ്ടാവും. ഇപ്പോഴും കൂടെ ഇവിടെ ഹൈക്കോടതിയിൽ നടക്കണത് എന്താ? കേരളത്തിനെ മുഴുവൻ കുലുക്കി മറിച്ചിട്ടുള്ള കേസാണ്. ആ കേസിൽ അത് വാദിക്കാനും ഉണ്ട് ആൾക്കാർ. കുറ്റവാളിക്ക് പക്ഷം പിടിച്ച് വാദിക്കാൻ അവർ പറയും, അതേ കോടതിയാണ്, ഞങ്ങളോട് വന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് എങ്ങനെ? വക്കീലിനൊരു ധർമ്മമില്ലേ? ആര് വന്ന് ചോദിച്ചോ പോണം, ആ ധർമ്മമാണ് പരിപാലിക്കണേന്ന്. അത് പുറത്ത് പറയുക, ഉള്ളിലൊന്ന് വേറെ ഉണ്ടാവും. തത്വശ്രുത്വാ ദശഗ്രീവഃ കുംഭകർണസ്യ ഭാഷിതം ഭൃഗുടീം ചൈവ സഞ്ചക്രേ ക്രുദ്ധശൈനമഭാഷത. ഇത് കേട്ടപ്പോൾ എന്തെങ്കിലും ഒരു പശ്ചാത്താപമോ? അനുജന്മാരും ഭാര്യയും പറഞ്ഞത് ഞാൻ കേട്ടില്ലല്ലോ എന്നൊരു വിചാരം, അതൊന്നുമല്ല നമ്മുടെ രാവണനുണ്ടായത്. രാവണൻ്റെ മനസ്സിൽ തോന്നിയത് എന്താ? ദശഗ്രീവഃ കുംഭകർണസ്യ ഭാഷിതം തത് ശ്രുത്വാ, കുംഭകർണൻ പറഞ്ഞത് കേട്ട് ഭൃഗുടീം ചൈവ സഞ്ചക്രേ, വാ പുരികമൊക്കെ ഇങ്ങനെ വട്ടത്തിൽ പിടിച്ചു. ക്രുദ്ധശൈനമഭാഷത, വളരെ കോപിച്ചുകൊണ്ട് കഠിനമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്.
നോക്കൂ, സാഹങ്കാരേണ. ഇവരാരാ എന്നോട് പറയാൻ? ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ പോലും അതിന് അനുകൂലമായല്ലേ സംസാരിക്കേണ്ട അനുജന്മാരും കൂട്ടരും. ഇതെന്താണ് ഇവർ ആ വഴിക്കാണ് ചിന്തിക്കുന്നത്. മാന്യോ ഗുരുരിവാചാര്യ കിം മാം ത്വം അനുശാസസി കിം ചൈവം വാക്ശ്രമം കൃത്വാ കാലേ യുക്തം വിധീയതാം. മാന്യോ ഗുരുരിവാചാര്യ കിം മാം ത്വം അനുശാസസി. നീ എന്താ വിചാരിച്ചത്? ഞാൻ ജ്യേഷ്ഠനാണ്, സിംഹാസനസ്ഥനാണ്, ചക്രവർത്തിയാണ്. എൻ്റെ കീഴിൽ ഇവിടെ ആരൊക്കെയുണ്ട്? എത്ര ജനങ്ങളുണ്ട്? അങ്ങനെ എല്ലാവർക്കും അധിപനായിരിക്കുന്ന ഒരു ചക്രവർത്തി സഹോദരനോടാണ് സംസാരിക്കണതെന്ന് നീ മനസ്സിലാക്കണില്ല. ഒരു ഗുരുവിൻ്റെ വാക്യം എങ്ങനെയോ അതുപോലെയാണ്. ആ ഗുരുവാക്യം അനുസരിക്കുന്നതിന് പകരം കിം മാം ത്വം അനുശാസസി, എന്നെ ഉപദേശിക്കുകയാണല്ലോ, ശാസിക്കുകയാണല്ലോ ചെയ്യുന്നത്. കിം ചൈവം വാക്ശ്രമം കൃത്വ. ഇതെന്താ? സംസാരിക്കാൻ നാവും വായുമുണ്ട്, എന്തു വേണമെങ്കിലും ആവാം എന്ന് വിചാരിച്ച് സംസാരിക്കുക. കാലേ യുക്തം വിധീയതാം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഈ സമയത്ത് എന്താണോ യുക്തം അത് ചെയ്യുകയാണ് നമുക്കിപ്പോൾ വേണ്ടത്. അന്ന് അങ്ങനെ പറഞ്ഞു, അന്ന് ഇങ്ങനെ പറഞ്ഞു, പണ്ടത്തെ കാര്യം മിണ്ടരുത്. പണ്ട് എന്നുള്ള വാക്കിന് തന്നെ അർത്ഥം കഴിഞ്ഞു പോയത് എന്നാണ്. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം മിണ്ടണത് ആരാ മിണ്ടുക? അലസൻ, വേറെ ഒരു ജോലിയുമില്ലാത്തവൻ. ശരിയായ ജോലി ചെയ്യുന്നവൻ എങ്ങനെയാണ് സംസാരിക്കുക? ഇപ്പം ചെയ്യേണ്ടത് എന്തോ അതിനെക്കുറിച്ച് സംസാരിക്കും. ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞിട്ട് നിരുത്സാഹപ്പെടുത്തുക. കാര്യം എന്തോ നടന്നു, ആക്രമണം പ്രത്യാക്രമണം ആ നിലയിലെത്തി. അപ്പോൾ ഈ സമയത്ത് എന്തോ അപ്പം വേണ്ടത് ചെയ്യുന്നവനാണോ ഒരു സഹോദരൻ, അതോ പഴയ കാലത്ത് പറഞ്ഞു തരുന്ന? എന്താ ഇതിനർത്ഥം? വിഭ്രമാച്ചിത്തമോഹാദ്വ ബലവീര്യാശ്രയേണ വാ നാഭിപന്നമിതാനീം യത് വ്യർത്ഥാസ്തസ്യ പുനഃകഥാഃ. കുംഭകർണ, നീ പറയണത് എന്താ? വിഭ്രമാത് ചിത്തമോഹാദ്വ ബലവീര്യാശ്രയേണ വാ നാഭിപന്നമിതാനീം യത്. വിഭ്രമം കൊണ്ടോ മോഹം കൊണ്ടോ അല്ല, ബലത്തിലും വീര്യത്തിലും ഗർവ് കൊണ്ടോ? നാഭിപന്നമിതാനീം യത്. ഞാൻ എന്തൊക്കെ ചെയ്യാതെ ഇരുന്നുവോ അതിപ്പോൾ പുനഃകഥനം ചെയ്തിട്ട് എന്താ നമുക്ക് കിട്ടാൻ പോണത്? ജ്യേഷ്ഠ, അന്ന് ഞങ്ങൾ പറഞ്ഞു, അത് ചെവിക്കൊണ്ടില്ലല്ലോ, സമ്മതിച്ചു, ചെവിക്കൊണ്ടില്ല, ഞാൻ അതിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അതൊക്കെ ഒരു പഴന്തുണി പോലെ കഴിഞ്ഞില്ലേ? അതിനെപ്പറ്റി ഇപ്പോൾ സംസാരിച്ചിട്ട് എന്താ കാര്യം? ബുദ്ധിയുള്ളവരെന്താ ചെയ്യുക? ഏത് സമയത്തും വ്യർത്ഥാസ്തസ്യ പുനഃകഥാഃ. അതിൻ്റെ ആവർത്തിച്ചിട്ടുള്ള ആ രൂപമുണ്ടല്ലോ, വീണ്ടും വീണ്ടും അതിനെപ്പറ്റി പറയുന്നത്, അത് വെറുതെയാണ്. അത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല, സമയം വ്യർത്ഥമായി പോകണമെന്നേ ഉള്ളൂ. അസ്മിൻ കാലേതു യദ്യുക്തം തദിദാനീം വിധീയതാം ഗതം തു നാനുശോചന്തി ഗതം തു ഗതമേവ ഹി. അസ്മിൻ കാലേതു യദ്യുക്തം തദിദാനീം വിധീയതാം. പലതും കഴിഞ്ഞു, പലതും നടന്നു. ഇന്നത്തെ സ്ഥിതി എന്താ? ഇന്ന് നമ്മൾ രാജധാനിയിൽ നിന്നോ എന്നിൽ നിന്നോ നമ്മിൽ നിന്നോ എന്താണ് നടപടി ഉണ്ടാവേണ്ടത് അതിനെപ്പറ്റി സംസാരിക്കുക. അസ്മിൻ കാലേതു യദ് യുക്തം. ഈ സമയത്ത് എന്താണോ യുക്തമായി ശരിയായിരിക്കുന്നത് തദിദാനീം വിധീയതാം. അതെന്താന്ന് വെച്ചാൽ നമുക്ക് നടത്തുക. ഗതം തു നാനുശോചന്തി. കഴിഞ്ഞു പോയതിനെ പറ്റി ദുഃഖിക്കുന്നത് വളരെ മോശമാണ്. ആ ദുഃഖം കൊണ്ട് നമുക്ക് എന്താ കിട്ടുക? ഇപ്പം ശത്രുക്കൾ ലങ്കാപുരിയിൽ എത്തിക്കഴിഞ്ഞു, അവരോടുകൂടി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എന്ത് വേണമെന്ന് പറയുമ്പോൾ നീ പഴങ്കഥ പറയുന്നുണ്ടല്ലോ അപ്പം. അതുകൊണ്ട് ഇപ്പം എന്താ കാര്യം? ഗതം തു നാനുശോചന്തി ഗതം തു ഗതമേവഹി. ഗതം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? കഴിഞ്ഞു പോയതെന്ന്. ആ വാക്കിൻ്റെ അർത്ഥം എന്താ? കഴിഞ്ഞു പോയത് തന്നെ. അതിനെപ്പറ്റി പിന്നെ പോവാത്ത രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? മമാപനയജം ദോഷം വിക്രമേണ സമീകുരു യദി ഖൽവസ്തി മേ സ്നേഹോ വിക്രമം വാവഗച്ഛസി യദി വാ കാര്യമേതത്തെ ഹൃദി കാര്യമതം മതം. നോക്കൂ, ആർക്കാ തടുക്കാൻ പറ്റുക രാവണൻ്റെ ഈ പരാമർശങ്ങളൊക്കെ?
തെറ്റ് പറയാൻ പറ്റുമോ? പക്ഷെ ഒക്കെ വൈകിപ്പോയി, മുൻകൂട്ടി ചെയ്യേണ്ടതായിരുന്നു. മമാപനയജം ദോഷം വിക്രമേണ സമീകുരു. നീ പറയണത് എന്താ? നിൻ്റെ ജ്യേഷ്ഠൻ വളരെ തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചു. ചെയ്തു കഴിഞ്ഞില്ലേ? ചെയ്യാൻ പോകില്ല, ചെയ്തു കഴിഞ്ഞു. അതിൻ്റെ ദുരന്ത ഫലങ്ങളാകാം നമ്മൾ അനുഭവിക്കുന്നത്. ഈ സമയത്ത് നീ എന്ത് വേണം? വിക്രമേണ സമീകുരു. ജ്യേഷ്ഠൻ്റെ അപനയം കൊണ്ട് സംഭവിച്ചിട്ടുള്ള ദോഷങ്ങൾക്കെല്ലാം നിൻ്റെ വിക്രമം കൊണ്ട് പരിഹാരം കാണ്. അതല്ലേ നമുക്കിപ്പോൾ വേണ്ടത്. യതി ഖല്വസ്തി മേ സ്നേഹോ വിക്രമം വാ അവഗച്ഛസി. എൻ്റെ പേരിലുള്ള സ്നേഹം കൊണ്ടോ നിനക്ക് സ്വതസിദ്ധമായിട്ടുള്ള വിക്രമം കൊണ്ടോ യതി വാ കാര്യമേതത്തെ ഹൃദി കാര്യമതം മതം. ഈ സമയത്ത് വേണ്ടതെന്തോ ആ വേണ്ടതുപോലെ ചെയ്യാൻ തീരുമാനിക്കൂ. മമാപനയജം ദോഷം വിക്രമേണ സമീകുരു യതി ഖൽവസ്തി മേ സ്നേഹോ വിക്രമം വാവഗച്ഛസി യതി വാ കാര്യമേതത്തെ ഹൃദി കാര്യമതം മതം. സസുഹൃദ്യോ വിപന്നാർത്ഥം ദീനം അഭ്യപപദ്യതേ സബന്ധുര്യോപനീതേഷു സാഹായ്യായോപകൽപ്പതേ. ഞാനും ലോകത്തിൽ ജീവിച്ചിട്ടുണ്ട്, പലതും കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. ആരാണ് സുഹൃത്ത്, ആരാണ് ബന്ധു എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ പറയാം, കേട്ടോളൂ. സസുഹൃത് യോ വിപന്നാർത്ഥം ദീനം അഭ്യവപദ്യതേ. ഒരു സുഹൃത്ത് എന്ന് വെച്ചാൽ ഹിതകാരി ആരാണ്? ആപത്തിൽപ്പെട്ടാൽ പോലും ഒരു ദീനനെ അടുത്ത് ചെന്ന് സഹായിക്കുന്നവനാണ്, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവനല്ല. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും അതാത് സമയത്ത് എന്തെങ്കിലും വിഷമമോ അപകടമോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. സബന്ധു യോപനീതേഷു സഹായിയായോപകൽപ്പതേ. അന്യായ കാര്യങ്ങളായാൽ പോലും ഒരു ബന്ധുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരാൾ താഴത്ത് വീണാൽ എന്ത് ചെയ്യും? നീ വീണത് ശരിക്ക് വേണ്ടതുപോലെ നോക്കി നടക്കാത്തത് കൊണ്ടാണ്, അതുകൊണ്ട് അവിടെ കിടക്കുന്ന ആരെങ്കിലും പറയുമോ? പറയില്ലല്ലോ. വീണ ആളെ ഓടിച്ചെന്ന് ഇടിയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രമാണവും സ്വഭാവവും ഒക്കെ. അതുപോലെ ഇപ്പം കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് പറയേ അരുത്. ഇതാണ് രാവണൻ്റെ നിലപാട്. എനിക്ക് തോന്നി ഈ ശ്ലോകത്തിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് നമ്മുടെ രാവണൻ. ആ രജോ ഗുണം എത്ര കണ്ട് ഒരു മഹാചക്രവർത്തിയെപ്പോലും കുഴപ്പത്തിൽ ചാടിക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാവണനെ ഈ കാര്യത്തിൽ പ്രേരിപ്പിച്ചത് എന്താ? തൻ്റെ ഉള്ളിലുള്ള അഹങ്കാരം, തനിക്കുള്ള പ്രതാപം, തനിക്കുള്ള സ്വാധീനം, തൻ്റെ കീഴിലുള്ള സൈന്യം, മായാവികളും കൂടിയുണ്ട് പ്രയോഗിക്കാൻ എന്ന് പറഞ്ഞ് സ്വർണമാനായി സീതയുടെ കണ്ണിൻ്റെ മുൻപിൽ ചെന്ന് ആകർഷിച്ച് വല്ല വിധത്തിലും രാമനെ കുടീരത്തിൽ നിന്ന് അകറ്റണം. ഇതായിരുന്നു ഉദ്ദേശം. 24-ാമത്തെ ശ്ലോകമാണ് പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ശ്ലോകം എന്താ? രാജസകർമ്മം വിവരിക്കുന്നതാണ്. ഈ വിവരണത്തിലൊക്കെ കൃഷ്ണൻ സാത്വികം ആദ്യം പറയും, രാജസം അതിന് തൊട്ടടുത്ത് പറയും, അവസാനം താമസം പറയും. അപ്പോൾ ഇതിൽ സാത്വികം പറഞ്ഞു കഴിഞ്ഞു, സാത്വിക കർമ്മം എന്താണെന്ന്. ഇപ്പോൾ രാജസകർമ്മം വിവരിക്കുകയാണ്. യത്തു കാമേപ്സുനാ കർമ്മ സാഹങ്കാരേണ വാ പുനഃ ക്രിയതേ ബഹുലായാസം തദ്രാജസമുദാഹൃതം. ഈ രാജസം എന്ന് പറഞ്ഞാൽ അതെപ്പോഴും നല്ലതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വളരെ ക്രിയാത്മകമാണ്. അങ്ങേയറ്റം ചലനവും ഗമനവും ക്രിയയും പ്രതിക്രിയയും പ്രതികരണവും എല്ലാം ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയാലും അത് ഉത്തമമാണെന്ന് നിങ്ങളാരും വിചാരിക്കരുത്. സ്ഥായിയുമല്ല അതിൻ്റെ ഫലങ്ങളൊന്നും. എന്നാലോ അത് ചെയ്യുന്നവർ, ആ രജോ ഗുണത്തിന് വിധേയവരായവർക്ക് നല്ല വാശി, പോര്, ഉത്സാഹം, ഊക്ക്, ഉഗ്രത, കാഠിന്യം ഇതൊക്കെ അവർക്കുണ്ടാവും. ഇതൊക്കെ ഉണ്ടെങ്കിലും അവസാനം എന്താവണു? സത്വഗുണത്തിനോട് മല്ലിടാൻ പറ്റില്ല. അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഉഗ്രമായ ഘടകമുണ്ടല്ലോ, കാമമാണ്. കാമെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആശ, ആഗ്രഹം, ദുര, അത്യാർത്ഥി ഇതൊക്കെ കാമത്തിൽപ്പെട്ടതാ. ആ രജോ ഗുണത്തിന് വിധേയനായി പ്രവർത്തിക്കുന്നവന് നല്ല അഹങ്കാരം, ഗർവുണ്ടാവും. ഞാനിത് നേടിയെടുക്കണം
അതിലാണ് എൻ്റെ പൗരുഷം, അതിനാണ് എൻ്റെ സാഫല്യം എന്നിങ്ങനെയുള്ള തോന്നലുണ്ടാവും. അതിനുവേണ്ടി എത്ര കഷ്ടപ്പാട് വേണമെങ്കിലും അവർ സഹിക്കും. ആ കഷ്ടപ്പാട് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഒന്നിനു മീതെ വളരെ വിഷമാണ്. ഈ രാവണനെ തടുക്കാൻ വേണ്ടി പലരും സംസാരിക്കുകയുണ്ടായി. കുംഭകർണൻ പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. ആ കുംഭകർണൻ ഓരോ സമയത്ത് പറയുമ്പോഴും അത് കേട്ടിട്ടും കുലുങ്ങല്ല മനസ്സ് ചെയ്യുന്നത്, ഒരു തിരുത്തുണ്ടാക്കണം എന്ന് തോന്നുകയല്ല ചെയ്യുന്നത്. കുംഭകർണന് ഉത്തരവും പ്രത്യുത്തരവുമായി പറഞ്ഞ് മനസ്സിലാക്കി, സുഹൃത്ത് ഇങ്ങനെയല്ല ചെയ്യുക, ബന്ധു ഇങ്ങനെയല്ല പ്രവർത്തിക്കുക, കഴിഞ്ഞതൊക്കെ കഴിയട്ടെ, ഇപ്പോൾ ഉള്ള സ്ഥിതിവിശേഷത്തിനെ നേരിടുകയാണ് നമ്മൾ വേണം എന്ന് പറഞ്ഞ് വളരെ യുക്തിസഹമായി സംസാരിച്ചു. അതിലുള്ള യുക്തിസഹത. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ സാത്വികത്തിൻ്റെ ഒരു ശുദ്ധതയോ ഒരു സത്യസന്ധതയോ അജയ്യമായിട്ടുള്ള ഒരു രീതിയോ സമ്പ്രദായമോ അതിനുണ്ടാവില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ മനുഷ്യപ്രകൃതിയിൽ അല്ല, മൊത്തത്തിൽ തന്നെ പ്രകൃതിയിൽ സത്വവും രജസ്സും തമസ്സും ഇടകലർന്നാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഒരു മിശ്രണമാണ് എന്ത് ലോകമൊട്ടാകെ. അത് മനുഷ്യപ്രകൃതിയിലാണ്, മനുഷ്യരിലാണ് ഈ സത്വരജസ്തമോ ഗുണങ്ങൾ പരമാവധി ഉത്കടമായി പ്രകടമാകുന്നത്. സാത്വിക സ്വഭാവമുള്ള നായ്ക്കൾ ഉണ്ടാവാം, പശുക്കൾ ഉണ്ടാകാം, മറ്റുള്ള ജീവരാശികളിലും ഉണ്ടാവും. പക്ഷേ അവയ്ക്കൊക്കെ നമ്മോളം പ്രകടനം ഉണ്ടാവില്ലല്ലോ. മനുഷ്യരാശിക്ക് മാത്രമല്ലേ പൗരുഷം ഉപയോഗിച്ച് നമുക്ക് എന്ത് വേണമെങ്കിൽ മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട്. നമ്മളിപ്പോൾ എവിടേക്കൊക്കെ പോയി, എവിടെയൊക്കെയാണ് ജീവരാശി ഉള്ളത്? ഭൂമിയിൽ മാത്രമാണോ? വേറെ ഏതെങ്കിലും സ്ഥലത്തുണ്ടോ നോക്കി ചില ദിക്കിലൊക്കെ മോയ്സ്ചറുണ്ട്, നീരാവിയുണ്ട്, വെള്ളമുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കണു. ഇതൊന്നും ഒരു പക്ഷേ പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ സാധിച്ചു എന്ന് വരില്ല. അപ്പം നമുക്ക് എപ്പോഴും ഈ സൃഷ്ടിവിശേഷത്തിൽ പ്രഥമ സ്ഥാനം, അഗ്രിമ സ്ഥാനം മനുഷ്യനുണ്ട്. ആ മനുഷ്യനിൽ എല്ലാ കഴിവുകളുടെയും ഒരു മികവാണ്. ആ മികവ് ഉപയോഗിച്ച് എങ്ങനെയും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതിൽ സാത്വിക ബുദ്ധി ഉണ്ടെങ്കിൽ നാശമില്ലാതെ, ആപത്തില്ലാതെ, അപകടമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. രജസ്സും തമസ്സുമാണെങ്കിലോ വളരെ ഉത്കടമോ കഠിനമോ ഒക്കെ ആവാം, പക്ഷേ അവസാനം അധപ്പതിക്കും. ആ രജോ ഗുണത്തിൻ്റെ ദൃഷ്ടാന്തമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒരു ഭാഗത്ത് രാവണൻ, മാരീചൻ പറഞ്ഞു, പറഞ്ഞത് കേട്ടില്ല. കുംഭകർണൻ പറഞ്ഞു, പറഞ്ഞത് കേട്ടില്ല. നമുക്ക് എല്ലാം കൂടി രണ്ട് ഇതിഹാസമാണുള്ളത്. ഒന്ന് രാമായണം. ആ രാമായണം വാൽമീകി മഹർഷി എഴുതിയതാ. എവിടെ ഇരുന്നാണ് എഴുതിയത്? കുടീരത്തിലിരുന്ന്. കുടീരം എവിടെയാ? തമസാ നദിയുടെ തീരത്ത് കാട്ടിലാണ്. അപ്പം കാട്ടിൽ കുടീരവുമായി കൂടി ഏകാന്തവാസത്തിൽ മനസ്സ് എങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആലോചിച്ചും മനനം ചെയ്തും ആ എഴുതുന്ന ഏറ്റവും വലിയ അന്തരീക്ഷമാണത്. പ്രകൃതി എത്ര വേണമെങ്കിൽ ജീവവായുവും നൈസർഗിക സൗന്ദര്യവും ആകർഷണവും ഒക്കെ തന്ന് നമ്മളെ തുണയ്ക്കും. മനുഷ്യൻ്റെ പെരുമാറ്റത്തിൻ്റെ വൈഭവം എപ്പോഴാണ്? മനുഷ്യനോട് ചുറ്റുമുള്ള മൃഗങ്ങൾ എങ്ങനെ പെരുമാറണു എന്നുള്ളത് ഒരു ദൃഷ്ടാന്തമായിട്ട് എടുക്കാം. മനുഷ്യൻ്റെ നന്മ നന്നായി എന്നുണ്ടെങ്കിൽ യോഗവാസിഷ്ഠത്തിൽ വസിഷ്ഠ മഹർഷി ശ്രീരാമനോട് പറയുകയാണ്. ശ്രീരാമനോട് പറഞ്ഞത് മുഴുവൻ ആത്മജ്ഞാനമാണല്ലോ. ആ ആത്മജ്ഞാനം വെറുതെ ഒരു സിംഗിൾ പോയിൻ്റ് ആയിരിക്കുന്ന ഒരു നേട്ടമല്ല. ആ ആത്മജ്ഞാനം എന്ന് പറയുന്നത് വിസ്തൃതവും വിശാലവും ഗഹനവും ഗംഭീരവും ഉത്തുംഗവും ഉദാത്തവുമായിട്ടുള്ള ഒരു പ്രകടന വിശേഷമാണ്. അപ്പം ആത്മജ്ഞാനം സിദ്ധമായിട്ടുള്ള ഒരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ പ്രവൃത്തിക്ക് പല വിധത്തിലുള്ള വിശേഷങ്ങളും ഉണ്ടാവും. എപ്പോൾ നോക്കിയാലും മനസ്സിൽ ശ്രദ്ധയുണ്ടാവും, ബുദ്ധിയിൽ ശ്രദ്ധയുണ്ടാവും. തൻ്റെ മനസ്സിൽ നിന്നോ ബുദ്ധിയിൽ നിന്നോ നിർഗളിക്കുന്ന വിചാരങ്ങളാകട്ടെ, തത്വാംശങ്ങളാകട്ടെ, എല്ലാം നല്ലതാവണം എന്നൊരു തോന്നൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ആ നന്മയുടെ അവതാരമൂർത്തികളായിരിക്കണം ജ്ഞാനികൾ. നന്മയുടെ അവതാരമൂർത്തികൾ. അങ്ങനെ ആകണമെങ്കിൽ സ്വഭാവം നന്നാവണം, പെരുമാറ്റം നന്നാവണം, സമ്പർക്കവും നന്നാവണം. സ്വഭാവം തൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. പെരുമാറ്റം തന്നിലൂടെ പ്രകടമാകുന്നതാണ്. സമ്പർക്കം മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലാണ്. ഈ മൂന്നെണ്ണത്തിലാണ് മനുഷ്യൻ്റെ നന്മ മാറി 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 പ്രകടമാവുക. അതിൽ സ്വഭാവത്തിലൊരു മികവ് വേണം, പെരുമാറ്റത്തിലോ സൗഷ്ഠവം വേണം, സമ്പർക്കത്തിലോ നല്ല സാമർഥ്യം വേണം. ഇത് മൂന്നും ഉണ്ടാക്കി തീർക്കുന്നതാണ് ഈ അധ്യാത്മമായിരിക്കുന്ന എല്ലാ സാധനാക്രമങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം. അതാണ് 13-ാമത്തെ അധ്യായത്തിൽ കൃഷ്ണൻ 20 ലക്ഷണങ്ങളാണ് ജ്ഞാനിക്കും ജ്ഞാനത്തിനും പറയുന്നത്.
ആ 20 ലക്ഷണം തുടങ്ങുന്നത് അമാനിത്വം, അദംഭിത്വം, അഹിംസ, ക്ഷാന്തി, ആർജവം. നോക്കൂ, നമ്മുടെ ഭാരതത്തിലെ മൂല്യങ്ങൾ എന്താ? ഭാരത മൂല്യങ്ങളെ പറ്റി ഞാൻ പറയുമ്പോൾ എപ്പോഴും പറയും എന്ത്, നമ്മുടെ മൂല്യങ്ങളൊക്കെ വ്യക്തിയിലും വ്യക്തിയുടെ മനസ്സിലും ബുദ്ധിയിലും അധിഷ്ഠിതമാണ്. വേറെ ഒരു മൂല്യവും നമുക്കില്ല. നമ്മുടെ മൂല്യങ്ങൾ ഭഗവാനെ ചൂണ്ടിക്കാണിക്കുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമാണെന്നും നിങ്ങൾ വിചാരിക്കരുത്. ഈശ്വര വിശ്വാസം വേണമെങ്കിലാകാം, ഇല്ലാതെയും ഇരിക്കാം. ഇപ്പോൾ ഇവിടെ ജൈന സിദ്ധാന്തമുണ്ട്, അവർ ഈശ്വരനിൽ വിശ്വസിക്കുന്നുണ്ടോ? ബുദ്ധ സിദ്ധാന്തമുണ്ട്, അവർ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ പലതരത്തിൽ ന്യായം, വൈശേഷികം എന്നൊക്കെ പറയുന്നത് ചാർവാകന്മാർ, ഇതൊക്കെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലുള്ള തത്വദർശനമാണ്. അവർക്കൊന്നും ഈശ്വര വിശ്വാസത്തിൻ്റെ ചോദ്യമേ വരുന്നില്ല. എന്നാൽ അവർ നല്ലവരല്ലേ? വളരെ നല്ലവരാണ്. നന്മ എങ്ങനെ ഉണ്ടാവണു? മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ വേണ്ടത്ര നിയന്ത്രണം, നിഷ്ഠ, ധന്യത, ഉദാത്തത, അനുഭാവം, ദയവ്, ഇങ്ങനെ പലതും, ത്യാഗം, ഇതെല്ലാം നമ്മുടെ മൂല്യങ്ങളായി വളർത്തിയെടുത്തിട്ടാണ്. അപ്പം നമ്മുടെ മൂല്യങ്ങൾ വ്യക്തി അധിഷ്ഠിതമാണ്, മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ അധിഷ്ഠിതമാണ്. പ്രത്യേകിച്ചും ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇങ്ങനെ 4 തലത്തിലാണ് അവരുടെ. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ വായടക്കം പെട്ടു. വായ സംസാരിക്കാനുള്ളതാണ്. അപ്പോൾ ദേഹതലം, ഐന്ദ്രിയതലം, വാചികം, വാക്തലം, അത് കഴിഞ്ഞാൽ മനസ്തലം, ബുദ്ധിതലം, ഇങ്ങനെ 4 എണ്ണത്തിലാണ് നമ്മുടെ മൂല്യങ്ങൾക്കുള്ള വേരുകളെല്ലാം തന്നെ. അമാനിത്വം എന്ന് തുടങ്ങുന്നത് എവിടുന്നാണ് തുടങ്ങുന്നത്? അഭിമാനത്തോടു കൂടി നടിച്ച് നടക്കണ സ്വഭാവം മനുഷ്യനുണ്ടാവരുത്. എന്നെ എല്ലാവരും ബഹുമാനിക്കണം, ആദരിക്കണം എന്നൊരു തോന്നൽ ആവശ്യമില്ല. ഞാൻ ബഹുമാന്യനാണ് എന്നൊരു തോന്നൽ വേണ്ട. എന്നാൽ എല്ലാവരും ആദരിക്കുന്ന ഗുണങ്ങളും പെരുമാറ്റവും ആകണം നമ്മൾ അനുസരിക്കുന്നതും വളർത്തിയെടുക്കുന്നതും. ആദരണീയമായ ഒരു സ്വഭാവം, ആദരണീയമായ ഒരു പെരുമാറ്റം, ബഹുമാന്യമായിരിക്കുന്ന സമ്പർക്കം, അതിന് വിരോധമില്ല. പക്ഷേ എനിക്കതുകൊണ്ട് മാനം കിട്ടണം എന്നൊരു തോന്നൽ വരരുത്. നമുക്ക് വേണ്ടതൊക്കെ സത്വഗുണം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നോളും. നിങ്ങൾക്ക് എന്താ ആവശ്യം? സന്തോഷം, സംതൃപ്തി, സൗഭാഗ്യം, സാഫല്യം, അതൊക്കെ നമുക്ക് നിന്ന് കിട്ടും. ഇതിൽ നിന്ന് കിട്ടുന്ന സാഫല്യത്തിൽ നിന്ന് അപ്പുറത്ത് യാതൊന്നുമില്ല. കുടുംബമാകട്ടെ, ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, കുട്ടികളാവട്ടെ, ധനമാകട്ടെ, ബന്ധുബാന്ധവന്മാരാകട്ടെ, പഠിപ്പാകട്ടെ, എന്തിൽ നിന്നും നിങ്ങൾക്ക് ഈ ഉള്ളിൽ നിന്ന് കിട്ടുന്ന സാഫല്യത്തിൽ കവിഞ്ഞോ അന്യമോ ആയി ഒന്നും ഉണ്ടാവില്ല. അപ്പം അമാനിത്വം, അദംഭിത്വം, ഗർവ് പാടില്ല. ഒരു അധ്യാപകനാണെങ്കിൽ പോലും പഠിപ്പിക്കാൻ നല്ല മിടുക്കും സാമർഥ്യവും വേണം. പക്ഷേ ആ അധ്യാപകന് അധ്യാപന വൃത്തിയെ ചൊല്ലി ഒരു ഗർവ് വന്നുകൂടാ. ഗർവ് എന്ന് പറഞ്ഞാൽ മുരടിച്ചു മനസ്സ്. അഹിംസ, ഒരു തരത്തിലും ഉപദ്രവം, ആരെയും ഉപദ്രവിക്കാൻ തോന്നരുത്. ഒരു ജന്തുവിനെ പോലും ഉപദ്രവിക്കരുത്. അമാനിത്വം, അധംബിത്വം, അഹിംസ, ക്ഷാന്തി, നല്ല സഹനശീലം വേണം. ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒരാളല്ല, ഒന്നിലധികം ആൾക്കാരുണ്ടാവും. കുടുംബക്കാർ തന്നെ നമുക്ക് സമഞ്ജസമായി പെരുമാറാൻ പറ്റിയവരായി എന്ന് വരില്ല. സ്നേഹിച്ച് കല്യാണം കഴിച്ചവർ പോലും വയസ്സ് കൂടുമ്പോൾ പറഞ്ഞു കേൾക്കാറുണ്ട്. എൻ്റെ അടുത്ത്, ഞങ്ങളെപ്പോലെ ഉള്ളവരുടെ അടുത്ത് വരൂല അവർ, സ്വാമിജി സ്നേഹിച്ച് കല്യാണം കഴിച്ചതൊക്കെ ശരിയാ, അതൊക്കെ പഴയ കാലത്താണ്, ഇപ്പോൾ സ്ഥിതിയൊക്കെ മാറ്റാം, അവർ പറയാണ്. അപ്പോൾ നമ്മൾ കാലം ഇങ്ങനെ പോകുന്തോറും നമ്മൾക്ക് പല വിധത്തിലുള്ള വ്യത്യാസവും വരും. പഴയ കാലത്ത് കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളും ഉണ്ണാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കറികളൊന്നുമല്ല നമുക്ക് ഇന്ന് ഇഷ്ടാവുക. വയസ്സാവുമ്പോൾ പ്രകൃതം മാറും. കിടക്കുന്ന സ്ഥലം മാറിയാൽ പറ്റില്ല, ഊണ് കഴിക്കുന്നത് ഇന്നതേ വേണ്ടൂ, അങ്ങനെ നിർബന്ധമുണ്ട്. വെള്ളത്തിൻ്റെ ചുടുവെള്ളം ഉപയോഗിക്കണമെങ്കിൽ ആ വെള്ളത്തിൻ്റെ ചൂടിനും കൂടി ഒരു നിയമം, ഒരു വ്യവസ്ഥയുണ്ടാവും. അങ്ങനെ പലതരാണ്. ശാന്തി, സഹനശക്തി വേണം. ആർജവം, നേരെ വാ നേരെ പോ. ഉണങ്ങിയ വടി പോലെ ഇരിക്കണം നമ്മുടെ സമ്പ്രദായം. ഒരു വളവും ഒരു തിരിവും ഒരു ഒടിവും യാതൊന്നും പാടില്ല. ഇങ്ങനെ 20 ഗുണവിശേഷങ്ങളെക്കുറിച്ച് പറയുക. ഇതെല്ലാം കൂടിയാണ് ഏതത് ജ്ഞാനം ഇതി പ്രോക്തം. കൃഷ്ണൻ സ്വന്തമായ ഒരു അഭിപ്രായം പറയല്ല. ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് പഴയകാലം മുതൽക്ക് തന്നെ പറഞ്ഞ് ധരിപ്പിച്ച് അനുസരിച്ചു പോരുന്നത് എന്നാണ് പറയുന്നത്.
കൃഷ്ണൻ്റേതായി പറയണില്ല, വാക്കുകൾ അദ്ദേഹത്തിൻ്റെയാണ്, രീതിയും ശൈലിയും അദ്ദേഹത്തിൻ്റെതാണ്. പക്ഷേ അദ്ദേഹം പറയുന്ന സിദ്ധാന്തങ്ങളൊക്കെ അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്നതാണ്. അതിൻ്റെ പ്രായോഗിക വശം യുദ്ധമായിരുന്നു, യുദ്ധം ചെയ്യിക്കലാണ് ഉദ്ദേശം. ഉപനിഷത്തുകളിലെ ഉപദേശമൊക്കെ എന്തിനാ? കണ്ണടച്ച് ധ്യാനിച്ച് സത്യം സാക്ഷാത്കരിച്ച് അതിൽ തന്നെ അങ്ങനെ പൊന്തിക്കിടന്ന് ഊളയിട്ട് കഴിഞ്ഞു കൂടിക്കോളൂ, ലോകത്തിനോട് വിട പറയൂ. ഇതാണല്ലോ അവിടെയുള്ള ഉദ്ദേശം. ഇവിടെ അതല്ല. ദാ നിൽക്കണു 45 ലക്ഷം പടയാളികൾ. അവരിൽ 10 ഒഴികെ ബാക്കിയുള്ളവരെ എല്ലാം കൊന്നൊടുക്കുന്നത് വരെ ഈ യുദ്ധത്തിൽ നിന്ന് വിരമിക്കാൻ പറ്റില്ല. അതിലെ സ്വജനപക്ഷം, സ്വന്തം പക്ഷത്തിലുള്ളവരും മരിക്കും, എതിർപക്ഷത്തിലുള്ളവരും മരിക്കും. അർജുനൻ്റെ പക്ഷത്തിൽ 7 അക്ഷൗഹിണി, അവിടെ 11 അക്ഷൗഹിണി. ഇതിനേക്കാൾ 1.5 ഇരട്ടിയിലധികം അവിടെയുണ്ട്. അവർ കൂടുതൽ മരിക്കാൻ പോണു. ഇവരെയൊക്കെ കൊന്നൊടുക്കിയിട്ട് വേണം. ആരും വെറുതെ ചാവാൻ പോകണില്ല. ഒരാൾ മാത്രമേ അവിടെ ചാവില്ല എന്ന് പറഞ്ഞ് കിടന്നത്, മരിക്കില്ല എന്ന് പറഞ്ഞ് കിടന്നത് ഭീഷ്മൻ മാത്രമാണ്. അദ്ദേഹം സ്വേച്ഛാമൃത്യുവായിരുന്നു. ആ യുദ്ധം ചെയ്യിക്കാൻ വേണ്ടി ഉപദേശിച്ചു കൊടുത്തതാണ്. അതാണ് ഈ ഭഗവത്ഗീതയിലുള്ള വ്യത്യാസം. ഈ ഗുണവിശേഷങ്ങളെല്ലാം വെച്ചുകൊണ്ട് ലോകത്തിൽ ജീവിക്കണം, പ്രവർത്തിക്കണം, പ്രതിസന്ധികളെ നേരിടണം, സംഘട്ടനങ്ങളെ അതിജീവിക്കണം, പ്രക്ഷുബ്ധമായി ഒരു തകരാറും വരരുത്, മനസ്സിടിയരുത്, ചൂളരുത്, തളരരുത്, ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്തിനാണ് ഞാനിത് പറയണത്? ഇത് പറയണത് രജോ ഗുണമാണല്ലോ നമ്മുടെ ചർച്ച ഇപ്പോൾ, അതാണല്ലോ പ്രതിപാദിക്കുന്നത്. ആ രജോ ഗുണത്തിലുള്ളവരും പലപ്പോഴും മൂല്യങ്ങൾ പറയാറുണ്ട്. എന്ത് മൂല്യങ്ങളാണ് രാവണൻ മാരീചനോട് പറഞ്ഞത്? അവസാനം ബന്ധുക്കൾ എന്തു വേണം, സുഹൃത്തുക്കൾ എന്തു വേണം, സ്ഥിതിവിശേഷം എന്തു വന്നോ അതിനെ കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. പഴംപുരാണം പറഞ്ഞിട്ട് എന്താ നമുക്ക് വേണ്ടത്, ഇപ്പം ചെയ്യേണ്ടത് ചെയ്യുക, ഇതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കുംഭകർണൻ അവസാനം കീഴടങ്ങിയതും സമ്മതിച്ചതും. അപ്പം അവർ പറയുന്നതിലും മൂല്യങ്ങളുണ്ട്, ഇല്ല എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ഏത് മൂല്യങ്ങളാണ് അജയ്യമായി ലോകത്തിൽ നിലനിൽക്കുക എന്നുള്ള ഒരു ചോദ്യം വരുമ്പോൾ അതിൽ സത്വഗുണത്തിനാണ് സ്ഥാനം. രജോ ഗുണം എത്ര ശക്തമായിക്കോട്ടെ, അതിൽ സത്വാംശം ഇല്ല എന്നുണ്ടെങ്കിൽ ആ രജസ്സിന് യാതൊരു പ്രയോജനവുമില്ല. ക്ഷത്രിയന്മാരെ പറ്റി പറയുമ്പോൾ അവർ രജോ ഗുണപ്രധാനികളാണ്. പക്ഷേ അവരുടെ രജോ ഗുണം മുഴുവനും സത്വത്തിൻ്റെ കൂടെ വേണം നിൽക്കാൻ. ആ രജസ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നയിച്ചുകൊണ്ട് നിൽക്കുന്നത് സത്വഗുണമാവുമ്പോഴേ നമുക്ക് സദ്ഭരണം ഉണ്ടാവുള്ളൂ, ഭരണം കൊണ്ട് അവർക്കും നേട്ടമുണ്ടാവുള്ളൂ. അപ്പോൾ പറഞ്ഞതൊക്കെ മൂല്യങ്ങളാണെന്ന് പറയരുത്. വ്യക്തിയധിഷ്ഠിതമാണ് നമ്മുടെ മൂല്യങ്ങൾ. ആ മൂല്യങ്ങളെപ്പറ്റി പറയുമ്പോൾ കൃഷ്ണൻ ഈ ആത്മജ്ഞാനത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ ആത്മജ്ഞാനം ഒരു ഏകബിന്ദു പ്രകടനമല്ല. അതിന് നല്ല വിശാലവും വിസ്തൃതവുമായ പ്രകടനവിശേഷമുണ്ട്. അപ്പോൾ ആത്മജ്ഞാനം കിട്ടിയിട്ടുള്ള ഒരാൾ എങ്ങനെ പെരുമാറും എന്ന് ചോദിച്ചാൽ വസിഷ്ഠൻ ശ്രീരാമനോട് പറയുകയാണ്, മാതരീവ പരം യാന്തി വിഷമാനി മൃദൂനിച വിശ്വാസമിഹ ഭൂതാനി സർവാണി ശമശാലിനി. ഈ ഒരു ശ്ലോകം എൻ്റെ മനസ്സിൽ എത്രത്തോളം കടന്നുകൂടിയിട്ടുണ്ടെന്ന് അറിയുമോ നിങ്ങൾക്ക്? ഞാനിങ്ങനെ ഓടി നടക്കണ ഒരാളാണ്. ഇതല്ലായിരുന്നു ഞാനൊരു കാട്ടിലാണ് ചെന്നിരുന്നത്. ഇപ്പോഴും കുറേ കാലം ജീവിക്കുന്നുണ്ടെങ്കിൽ കാട്ടിൽ പോയിക്കൂടാന്ന് പറഞ്ഞുകൂടാ, ഒരു പക്ഷേ പോയേക്കും. പക്ഷെ ഞാൻ പാർളിക്കാട്ട് പ്രദേശത്ത് വളർന്നവനാണ്. അപ്പോൾ കാട് എനിക്കൊരു പുതുമയല്ല. ഏത് കാട് കണ്ടാലും എനിക്കൊരു ആകർഷണം തോന്നാറില്ല. ഞാൻ ഒരുവിധം കാടുകളൊക്കെ കണ്ട് അങ്ങനെ വളർന്നിട്ടുള്ള ആളാണ്, ഒരു കുട്ടിയാണ്. കാടുകളും വയലുകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടു വളർന്നിട്ടുള്ള ആളാണ് ഞാൻ. മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ഈ നാട് കഴിഞ്ഞ് നെല്ല് കരിയാട് പേർന്ന് നിൽക്കുക എന്നാണ് അതിന് പറയുക. മഞ്ഞുകാലത്ത് ആ ഓലയൊക്കെ ഇങ്ങനെ ചരിച്ചാണല്ലോ നിടുക. അതൊക്കെ നിവർന്ന് ഓലകളൊക്കെ വന്ന് 5-6 ഓലകളായി ആ മഞ്ഞ് തട്ടി അതിങ്ങനെ മടങ്ങി കിടക്കും. നോക്കുമ്പോൾ മഞ്ഞ് വിരിച്ച ഒരു പരവതാനിയാണെന്ന് തോന്നും വയലുകൾ. ആ സമയത്ത് ആ നെൽപ്പാടം കണ്ടാൽ എൻ്റെ മനസ്സിനുള്ള ആ ഒരു കുളിർമ എത്രയാണെന്ന് പറയാൻ പറ്റില്ല. അത് വിട്ട് ഞാനൊരു ദൃശ്യം ലോകത്തിൽ കണ്ടിട്ടേയില്ല. നെല്ല് കരിയാട് പേർന്നിരിക്കുന്ന സമയം, പ്രത്യേകിച്ച് മഞ്ഞുകാലത്ത്. പിന്നെ എനിക്കൊരു സ്വല്പം ഇഷ്ടമുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ കതിര് വന്ന് കായമടങ്ങിയിരിക്കുമ്പോഴാണ്. പക്ഷേ അതിൽ പച്ചനിറം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഓല ഇങ്ങനെ നനുത്ത ഓല വളഞ്ഞ് അങ്ങോട്ട് കിടക്കും. മഞ്ഞ് തട്ടി
വളരെ രസമാണ് കാണാൻ. അത് കാണുമ്പോൾ കണ്ണിന് തന്നെ ഒരു പുതിയ ഉണർവുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അങ്ങനെ വളർന്ന് ജീവിച്ചിട്ടുള്ള ആളാണ് കാട്ടുപ്രദേശത്തിൽ. അപ്പം ഈ വാൽമീകി മഹർഷി കാട്ടിലിരുന്നാണ് എഴുതിയത്. ആ വനദൃശ്യമാണ് ഏറ്റവും പറ്റിയത്. ആ വനജീവിതം നയിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സ് നന്നായാൽ എങ്ങനെയാവും എന്നുള്ളതിൻ്റെ ഒരു ചൊല്ലാണ് ഈ വസിഷ്ഠൻ പറഞ്ഞു കൊടുക്കുന്നത്. മാതരീവ പരം യാന്തി വിഷമാനി മൃദൂനിച. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ആശയില്ലാതെയായി, ആഗ്രഹമില്ല. എന്താ ഈ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഞാനല്ലാത്തൊരു വസ്തു എനിക്ക് കിട്ടണം എന്നൊരു തോന്നൽ. അപ്പോൾ വേറെ വസ്തുക്കളെ കണ്ടാൽ ആ വസ്തുക്കളോട് ഒപ്പിച്ചിട്ടാണ് ആശയും ആവശ്യവും നമ്മുടെ മനസ്സിൽ ഉയരുക. അപ്പം അങ്ങനെ ഒരു പ്രേരണ ഇല്ലാതെയായി ശമശാലിയായി എന്നുണ്ടെങ്കിൽ ആ മനസ്സ് പവിത്രമായി, പരമപവിത്രമായി. അങ്ങനെ ഒന്നിനെ കണ്ടാലും ഭ്രമമോ ആശയോ തനിക്ക് വേണം എന്നുള്ളൊരു തോന്നലോ. ഈ പൊന്മാനെ കണ്ടിട്ട് സീതയ്ക്ക് എന്താ തോന്നിയേ? എനിക്ക് വേണം എന്നൊരു തോന്നലാണ്. ആ ജാനകിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ശ്രീരാമചന്ദ്രൻ ഇല്ലേ അടുത്ത്? ഇനി വേറെ എന്താ വേണ്ടത്? പക്ഷേ തോന്നിപ്പോയി, കഴിഞ്ഞില്ലേ കാര്യം. 15 മിനിറ്റിൻ്റെ ഉള്ളിൽ രാവണൻ്റെ വിമാനത്തിലായില്ലേ? എത്ര ക്ഷണം കഴിഞ്ഞു? അപ്പോൾ ഈ ആശയില്ലാതെ മനസ്സ് ശമോഗുണം നിറഞ്ഞു എന്നുണ്ടെങ്കിൽ മാതരീവ പരം യാന്തി വിഷമാനി മൃദൂനിച. ലോകത്തിൽ പ്രത്യേകിച്ചും കാട്ടിലുള്ള ജന്തുക്കളെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് മൃദുസ്വഭാവമുള്ളതാണ്, ആരെയും ഒന്നിനെയും ഉപദ്രവിക്കില്ല, കാണാൻ നല്ല കൗതുകം. ഇപ്പം മാനുണ്ടല്ലോ, പുല്ല് തിന്നുന്ന സ്ഥലത്ത് വേറെ ഏതെങ്കിലും ഒരു മൃഗം വന്നു എന്നുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോവുകയുള്ളൂ, വഴക്കിന് നിൽക്കില്ല. മാൻ വഴക്കിന് നിൽക്കുന്ന മൃഗങ്ങൾ, ക്രൂരമൃഗങ്ങൾ അപ്പുറത്തുമുണ്ട്. ഒരു കഴുകൻ അല്ലെങ്കിൽ പരുന്ത് ഒരു പാമ്പിനെ താഴത്ത് കണ്ടാൽ അത് വെറുതെ വിടുമോ? ഉടനെ അതിനെ കൊത്തി 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 കാലിലെടുത്ത് പുറത്തേക്ക് മുഴുകി കൊണ്ടുപോകും. വല്ല ആവശ്യമുണ്ടോ അതിന്? പക്ഷെ അങ്ങനെ ചെയ്യും. ബദ്ധവൈരികളാണ്. ബദ്ധവൈരമുണ്ടെന്ന് നോക്കിയാൽ ഇപ്പുറത്തുണ്ടോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഈ മൃദുസ്വഭാവവും അല്ല ക്രൂരസ്വഭാവവുമുള്ള മൃഗങ്ങളുണ്ടല്ലോ, രണ്ടും ഒരുപോലെ ഈ ജ്ഞാനിയുടെ അടുക്കലേക്ക് വരും. അത്രേ. എങ്ങനെ വരും? മാതരീവ പരം യാന്തി. സ്വന്തം അമ്മയുടെ അടുത്ത് പോകുന്ന മാതിരി പോകുന്നു. ആ ക്രൂരസ്വഭാവം അതിനുണ്ടാവില്ല, മൃദുസ്വഭാവവും അതിന് കവിഞ്ഞ് അളവിൽ പ്രകടമാക്കേണ്ട ആവശ്യവും അതിനില്ല. ഇവർ രണ്ടുപേരും ഒരുമിച്ചുണ്ടാവും. അതാണ് ഈ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് കിടക്കണത് പാമ്പിലാണ്, അടുത്തുള്ളതോ ഗരുഡനുമാണ്. അവർ തമ്മിൽ പിണങ്ങാറുണ്ടോ? ഇല്ല. അവരുടെ ആ സ്വഭാവങ്ങളൊക്കെ മാറി മഹാവിഷ്ണുവിൻ്റെ അടുത്ത് വരുമ്പോൾ. മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താ? ആ ആത്മജ്ഞാനത്തിൻ്റെ നിധിയാണെന്ന് പറയണം. അപ്പോൾ ഈ ആത്മജ്ഞാനികളെ പറ്റി പറയുമ്പോൾ ഇങ്ങനെയുള്ള ഗുണങ്ങൾ പറയുക. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഗുണത്തിൻ്റെ ഒരു പട്ടികയാണ് 13ാമത്തെ അധ്യായത്തിൽ കൃഷ്ണൻ ജ്ഞാനികളെ പറ്റി തരുന്നത്, ജ്ഞാനത്തെ പറ്റി തരുന്നത്. അമാനിത്വത്തിൽ നിന്ന് തുടങ്ങി എന്നിട്ട് ഏതത് ജ്ഞാനമിതി പ്രോക്തം ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാരയേവച ജന്മമൃത്യു ജരാവ്യാധി ദുഃഖദോഷാനുദർശനം അസക്തിരനഭിഷ്വംഗ പുത്രദാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു. എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കണേ? ഞാനിത് വിവരിച്ചു കഴിഞ്ഞതാണ്, ഇനിയിപ്പോൾ പറയണ്ട. ഇഷ്ടാനിഷ്ടോപപത്തിഷു നിത്യം ച സമചിത്തത്വം. സമചിത്തത നിത്യം നിരന്തരമാകണം. എന്തിനോട്? ഇഷ്ടാനിഷ്ട ഉപപത്തിഷു. ഇഷ്ടവും അനിഷ്ടവും വരുമ്പോൾ അതിൽ സമചിത്തത വേണം. കഴിഞ്ഞില്ലേ സാധന? 24 മണിക്കൂർ നേരം ഉറങ്ങുന്നത് കഴിച്ച് ബാക്കിയുള്ള സമയത്തേക്കുള്ള സാധനയായി. ഇങ്ങനെയുള്ള ഗുണവിശേഷങ്ങളാണ്. അപ്പോൾ ഈ മൂല്യങ്ങളെല്ലാം എഴുതി മനസ്സിലാക്കണം. അപ്പോൾ ഈ കാട്ടിൽ ചെന്നിരിക്കണത് എന്തിനാന്ന് ചോദിച്ചതിനാണ് ഞാനിത് പറഞ്ഞത്.